ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആക്ട്രസ് പാർവതി കൃഷ്ണയുടെ ഒരു വൈറൽ ഫേസ് പാക്ക് ഉണ്ടായിരുന്നില്ല എഗ്ഗിൻ്റെ, അതാട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് മുട്ടയുടെ വെള്ള, കാപ്പിപ്പൊടി, മഞ്ഞൾപ്പൊടി 3 സാധനമായിട്ട് ആവശ്യമുള്ളത്. ആദ്യം മുട്ടയുടെ വെള്ള എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ കാപ്പിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ബ്രൂ ഒന്നുമല്ല, സാധാ കാപ്പിപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം കേട്ടോ. ഈ കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ മുട്ടയിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നവരെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യണം മുഖത്ത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഫേസ് പാക്ക് നമുക്ക് മുഖത്ത് നന്നായിട്ട് തേക്കണം കേട്ടോ. ഇതൊരു ലെയർ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ടിഷ്യൂ ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയതിന് ശേഷം വേണം നമുക്കത് പറിച്ചെടുക്കാൻ കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എല്ലായിടത്തും ആകുന്നത് പോലെ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ ബ്രഷൊന്നും വെച്ചല്ല, ഞാൻ കൈ കൊണ്ട് തന്നെ കേട്ടോ അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്കിതുപോലെ ടിഷ്യൂ ആണ്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഇങ്ങനെ ഒട്ടിക്കാം. നമ്മുടെ മുഖത്ത് എല്ലായിടത്തും ഈ ടിഷ്യൂ ഒട്ടിക്കണം കേട്ടോ. ഇത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ക്രിസ്മസ് അപ്പൂവിൻ്റെ ഒരു ലുക്കാണ് തോന്നിയത്. പിന്നെ ഞാൻ കണ്ണാടി നോക്കി ആവശ്യമില്ലാത്ത എല്ലാം കണ്ടിച്ച് കളഞ്ഞു കേട്ടോ. ഇതിന് മുകളിൽ കൂടെ വീണ്ടും അപ്ലൈ ചെയ്യണത്. എനിക്ക് കണ്ണാടി നോക്കാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കണ്ണാടി നോക്കി ഫുള്ള് അപ്ലൈ ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഞാൻ വിചാരിച്ചത് ഒരു 20 മിനിറ്റ്സ് ഒക്കെ മതി എന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ എനിക്ക് അതിലും കൂടുതൽ ടൈം എടുത്ത പോലെ കേട്ടോ തോന്നിയത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടോ. ഇനി നമുക്ക് മുഖത്തുനിന്ന് ഈ ടിഷ്യൂ എല്ലാം പറിച്ചെടുക്കണം. ഞാൻ കരുതി ഇത് പറിച്ചെടുക്കുമ്പോൾ തന്നെ എന്താണെങ്കിലും നമ്മുടെ കുഞ്ഞു രോമങ്ങളെല്ലാം പോകുമല്ലോ. അപ്പോൾ നമുക്ക് വേദന എടുക്കുമെന്നാട്ടോ ഞാൻ ഓർത്തു. പക്ഷേ വേദനയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പക്ഷെ ഒരു മഞ്ഞ കളറോ അങ്ങനെയൊന്നും ഫേസിനകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നല്ല ഫേസ് പാക്കാണ്. ഭയങ്കര നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മുഖത്ത് കുഞ്ഞു രോമങ്ങളും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആവില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. ഭയങ്കര നല്ലതാണ്. യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു കിഡിലിന് ഫേസ് പാക്കാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.